ഗുഡ് മോർണിംഗ് ഫ്രം ന്യൂ ഹൗസ്. അപ്പം നമ്മൾ എന്താ പറയുക, ഫെസ്റ്റിവലും സംഭവങ്ങളും ഒക്കെ കഴിഞ്ഞ് ആഘോഷങ്ങളെല്ലാം അവസാനിച്ച് ഇനി ദസറയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. മിത്തുക്കുട്ടിക്ക് ഇന്ന് എക്സാം തുടങ്ങുന്ന ദിവസമാണ്. ഒക്ടോബർ 1 വരെ എക്സാമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എണീറ്റ് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച്, ഇതാണ് ഇപ്പം എൻ്റെ ന്യൂ സ്പോട്ട് കേട്ടോ. അവിടെ നിന്ന് കൊണ്ടുവന്ന മണി പ്ലാന്റ് ആണ്, എല്ലാ സ്ഥലത്തുമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഹോം ടൂർ ചോദിക്കുന്നവർക്കൊക്കെ വേണ്ടി ഞാൻ വിചാരിച്ചു ഓരോ ദിവസം ഓരോ പുതിയ സ്ഥലങ്ങളിൽ വെച്ച് ഇൻട്രോ എടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്താം. കാരണം ഹോം ടൂറിന് കുറച്ചധികം സമയം വേണ്ടി വരും. എനിക്ക് ഹോം ടൂർ ചെയ്യാൻ ഇപ്പോൾ ഒന്നാമത് ക്യാമറ എടുക്കാൻ രമേശേട്ടൻ ബിസിയാണ്, പിന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒന്ന് സെറ്റായിട്ട് വേണം ഹോം ടൂറൊക്കെ എടുക്കാൻ. പക്ഷേ ഹോമൊക്കെ ഒരുവിധം എല്ലാം ഞാൻ ഓൾറെഡി കാണിച്ച് തുടങ്ങി എല്ലാ വീഡിയോയിലും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ ദിവസം ഓരോ സ്ഥലത്തൊക്കെ ഇരുന്ന് ഇൻട്രോ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധം അത്രയൊക്കെ നമുക്ക് കാണിക്കാനുള്ളൂ, അപ്പോൾ ഒരുവിധമൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ രമേശേട്ടൻ്റെയൊക്കെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ കിച്ചനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഇരുന്ന് നമ്മൾ രാവിലെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഇരുന്ന് ചായ കുടിക്കുക. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള ഒരു ചെയർ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. എനിക്ക് കുറച്ച് ചെറുതല്ലേ, കുറച്ചിങ്ങനെ വലിയ ചെയറാണ്, നമ്മൾ അങ്ങനത്തെ ടൈപ്പാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്, അത് വന്നിട്ടില്ല. അപ്പോൾ മിത്തുക്കുട്ടിക്കാണെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുള്ള ഒരു ചെറിയ സ്പേസ്, ഒരു ഓപ്പൺ കിച്ചൺ പോലെയുള്ള ഒരു ചെറിയ സ്പേസ്. ഇതാണ് ഇപ്പോൾ എൻ്റെ ന്യൂ ഫേവറേറ്റ് സ്പേസ്. അവിടെ ഇരുന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. മിത്തുക്കുട്ടീനെ എന്താ പറയുക, സ്കൂളിൽ കൊണ്ടാക്കണം, എക്സാമാണ്, 2-3 hours ഉള്ളൂ, അപ്പോഴേക്കും നമുക്ക് എടുക്കാൻ പോകണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും റെഡി ആക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോഴത്തെ മറ്റേത് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ എണീറ്റ് രമേശേട്ടനാണെങ്കിലും കുറച്ച് മെല്ലെ ഓഫീസിൽ പോയാൽ മതിയായിരുന്നു. ഇപ്പം ഇനി ബാക്ക് ടു റുട്ടീൻ മടി ഇതായി. പുതിയ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് മിത്തുക്കുട്ടി സ്കൂളിലേക്ക് പോണത് കേട്ടോ. അത് എക്സാമിന് തന്നെ ആയിപ്പോയി. നമ്മളിവിടെ വന്നപ്പോഴേക്കും ഗണപതി വെക്കേഷനും കാര്യങ്ങളും, അതിൻ്റെ ഇടയിൽ പനിയൊക്കെ ആയിട്ട് പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് പുതിയ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല, നടക്കാനുള്ളതോടെ ഉള്ളൂ. അപ്പം നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ രാവിലെ ഞാനും അമ്മയും കൂടെ അമ്മക്കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ മിത്തുക്കുട്ടിക്ക് എക്സാം തുടങ്ങിയതിൻ്റെ ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു ധൃതി. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മെല്ലെ എപ്പോഴെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ ആയാൽ മതി. ഇപ്പോൾ മിത്തുക്കുട്ടി ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. രാവിലെ വെറും വയറ്റിൽ ഇപ്പോൾ നെയ്യ് കഴിക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ. അത് ഏതൊക്കെ യൂട്യൂബിൽ എന്തൊക്കെയോ കണ്ടിട്ട് ഭയങ്കര ഹെൽത്തിയാന്നൊക്കെ കണ്ടിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ എന്തായാലും നല്ലതല്ലേ വിചാരിച്ചു. അത് കഴിഞ്ഞ് മിത്തുക്കുട്ടി ഇതാ ഇവിടെ റെഡിയാവുന്നു. ആ സമയം കൊണ്ട് ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ്. ഇന്ന് നൂൽപ്പിട്ടാണ് കേട്ടോ, അതായത് ഇടിയപ്പം എന്ന് പറയും. കുറേ ദിവസമായി എന്നും ഇഡ്ഡലിയും ദോശ, പുട്ട് ഇഡ്ഡലി. അപ്പോൾ നാട്ടിൽ നിന്ന് കുറേ പത്തിരിപ്പൊടി, നൂൽപ്പിട്ടിൻ്റെ പൊടിയും പുട്ടുപൊടിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈവൻ ദോശപ്പൊടി വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എളുപ്പമാണ് ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനും. കുറേ പേരുണ്ടായിരുന്നതല്ലേ. അച്ഛനമ്മയും പോയപ്പോൾ കുറച്ച് ആൾ കുറഞ്ഞു. രമേശേട്ടൻ വന്നു, ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട് കേട്ടോ. കാരണം രമേശേട്ടനും വന്നിരുന്ന് ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് എന്താ പറയുക, നമുക്ക് ഇങ്ങനെ അടുക്കളയിൽ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല അല്ലേ. നമ്മളിങ്ങനെ എല്ലാവരെയും കൂടെ ഇരുന്ന ഫുഡൊക്കെ ഉണ്ടാക്കി വർത്താനൊക്കെ പറഞ്ഞ് നല്ല രസമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മോർണിംഗ് സെഷൻ. എല്ലാം പഠിച്ചാ ഇപ്പം എല്ലാ ചെടികളും എല്ലാ മണി പ്ലാന്റും, ചെടികൾ എന്നൊന്നും പറയാൻ പറ്റില്ല, മണി പ്ലാന്റ് ആൻഡ് ബുദ്ധ, ഈ ഒരു ഏരിയ എൻ്റെ ഫേവറേറ്റ് ഏരിയ ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ സ്വരം. ഈ പേരിന് ഒരുപാട് പേര് പറഞ്ഞു, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട്ടുപേര് കേട്ടിട്ടില്ല. കാരണം അതായത് നോർമൽ പേരല്ല, നമ്മുടെ സ്വപ്ന രമേശൻ മിത്ര എന്നുള്ള ആ ഒരു പേര് ഭയങ്കരമായിട്ട് ആപ്റ്റായ ഒരു ഇതാണെന്ന് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു. അപ്പോൾ ഈ സ്വര എന്നുള്ള പേര് അറിയാലോ, നമ്മുടെ പണ്ടത്തെ സ്റ്റോറ് സ്വരം എന്ന് തന്നെയായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ തന്നെ നമ്മൾ വിചാരിച്ചിട്ടുള്ളതായിരുന്നു സ്വരം എന്നുള്ള മിത്തുക്കുട്ടീനും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് നെയിം തന്നെയായിരുന്നു. കറക്റ്റ് അതിനനുസരിച്ച് വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വീടിന് ഈ ഒരു പേര് തന്നെ ഇടാമെന്ന് വിചാരിച്ചു കൂട്ടാം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് നമ്മുടെ പൂവൊക്കെ ബാക്കിയുണ്ടായിരുന്നു ഓണത്തിൻ്റെ, അതിൽ പൂവൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഒന്നും വാടിയിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് ഇവിടെ ബുദ്ധയുടെ അടുത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുക കേട്ടോ. എനിക്ക് ഈ കുപ്പിയൊക്കെ ഒന്ന് മാറ്റണം, അതിന് ഐക്യ പൂവ വേണം മാറ്റാൻ. ഇങ്ങനത്തെ കുറച്ച് 1-2 കുപ്പിയും കൂടെ വെച്ച് ഇവിടെ ഇങ്ങനെ നിറയെ മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി രസമല്ലേ. അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് നല്ല ഭംഗിയിലാക്കിയിട്ട്, കാരണം ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള കുപ്പികളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് ഹോം ടൂർ കാണിക്കുമ്പോൾ എല്ലാം റെഡിയാക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എല്ലാം റെഡി ആയിട്ട് കയറുക എന്നുള്ളത് നടക്കില്ല. അപ്പോൾ
പക്ഷെ നിങ്ങൾ എന്നും വീട് കാണിക്കും വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന കുറച്ചായിട്ട് തുടങ്ങാം. കാരണം ഇതൊക്കെ ഇനിയിപ്പോൾ എന്നാണ് സാറ്റർഡേ സൺഡേ കൂടെ ഇപ്പോൾ പോകാൻ പറ്റില്ല. അവർ ഒക്ടോബർ 1 വരെ ഇപ്പോൾ ഏകദേശം കെട്ടിയിട്ട പോലത്തെ ഒരു അവസ്ഥയാണ്. കുട്ടിയുടെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിത് അയക്കിയെന്ന് വാങ്ങിയത് കേട്ടോ, ഈ ഒരു കുപ്പി. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ വീടിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഇവൽസ് ഐയാണ് അല്ലേ, ആമസോണിന്നല്ലേ വാങ്ങിയത്? ഇത് നല്ല ഭംഗിയുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇവൽസ് ആയി. അപ്പൊ ഇതൊന്ന് വെക്കാന്ന് വിചാരിച്ചു. ഇത് ഏകദേശം ഈ ഒരു കളറിന് മാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ചു എന്ന് മാത്രം കേട്ടോ. കണ്ടോ, ഈ ഒരു ബ്ലൂവിന് മാച്ച് ആയ ഒരു സംഭവം എന്നുള്ള രീതിയിൽ ഇവിടെ വെച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. തൽക്കാലം ഈ ഒരു മിററും ഇവിടെ വെച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു മിറർ കോൺസെപ്റ്റ്. അപ്പോൾ ഇത് വാൾപേപ്പറാണ്. കാരണം ഇത് നിങ്ങൾ ഷോർട്സിലും ഇതിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അങ്ങനെ ഒരു ഈ ഒരു ഇതിൽ എന്നുള്ളത്. അപ്പോൾ വാൾപേപ്പർ ഈ ഒരു എനിക്കെന്താ വെച്ചാൽ ഞാൻ പറയില്ല, എനിക്കൊരു പുറത്ത് ഒരു എന്താ പറയുക, ഒരു എന്ത് ടച്ച് എന്നാണ് അതിന് പറയുക, ഈ ഒരു കളറും ആ ഒരു പഴയ ഒരു ടൈപ്പ് ഓഫ് ഗ്രില്ലും അങ്ങനത്തെ ഒരു സംഭവം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വീട് ഫുൾ അങ്ങനെ പക്ക ട്രഡീഷണൽ വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്കിവിടെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതുകൊണ്ട് ഉള്ളിൽ മോഡേണും എന്നാൽ പുറത്ത് കുറച്ചൊരു പഴയതും പുതിയതും കൂടി മിക്സ് ചെയ്തൊരു ലുക്ക് വേണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു കോൺസെപ്റ്റ് വെച്ചത്. പിന്നെ ചെറിയൊരു സ്പേസ് ആയതുകൊണ്ടും പക്ഷെ അത്യാവശ്യം നല്ലൊരു ഏരിയ പുറത്ത് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റി. ഈ ഒരു ഏരിയ ശരിക്കും നമ്മുടെ വീട് മാത്രം ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു സ്പേസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ട് എന്താ പറയുക, ഒരു പഴയൊരു ലുക്കിന് എൻട്രൻസിൽ അങ്ങനെ ഒരു ലുക്ക് വേണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് എടുത്തത്. ഇത് വാൾപേപ്പറാണ്. ഈ ഒരു ബ്ലൂ തീം ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു കളറ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എൻട്രൻസ് ഇങ്ങനെ ആക്കിയത് കേട്ടോ. സാധാരണ നമ്മൾ ഫ്ലാറ്റിലൊന്നും അങ്ങനെ എൻട്രൻസിന് ഇങ്ങനെ ഒരു ലുക്ക് കാണില്ല. ഫ്ലാറ്റിൽ ജസ്റ്റ് ഡയറക്റ്റ് വീട്ടിലേക്ക് കയറി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത്രയും ഒരു പുറത്തുള്ള സ്പേസ് വെറുതെ എന്തിനാണ് കളയുന്നത് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അടിപൊളി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ പേര് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇൻറ്റീരിയർ ആൾക്കാരെ ചോദിച്ചവർക്കൊക്കെ ഞാൻ പേഴ്സണലായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ബോംബെയിലല്ലേ ഇപ്പോൾ അവർ ചെയ്യുള്ളൂ. ഐ മീൻ ഈ ഒരു ഏരിയ ബോംബെ പൂനെ എന്നുള്ള ഒരു ഏരിയയിലല്ലേ അവർ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്കൊക്കെ ഞാൻ അവരുടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ്, ഇതും എൻ്റെ ഫേവറേറ്റ് ഏരിയയാണ്. ഇതിൽ ഓരോ സ്പേസും എൻ്റെ ഫേവറേറ്റ് ഏരിയകൾ തന്നെയാണ്. തൽക്കാലം നമുക്ക് ഉമ്മറും ഈ ഒരു ഏരിയ ഞാൻ പരിചയപ്പെടുത്തി തരാം എന്ന്. അതിന് മാച്ച് ചെയ്ത് അയക്കിയത് ഞാൻ ചവിട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാം. ഈ ഒരു കാർപ്പറ്റല്ല, ചെറിയൊരു ചവിട്ടിയും കാര്യങ്ങളൊക്കെ എല്ലാം മാച്ച് ചെയ്ത രീതിയിലാണ് നമ്മൾ ഓൾറെഡി പുറത്തുനിന്ന് പോയി സെറ്റ് ചെയ്ത് വാങ്ങിച്ചത്. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതാ, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചെറിയൊരു ഷൂട്ടിങ്ങിന് ഇരിക്കുകയാണ് കേട്ടോ. രമേശേട്ടൻ ഓഫീസിൽ പോയി, മിത്തുക്കുട്ടി എക്സാമിന് പോയി. അപ്പോൾ മിത്തുക്കുട്ടീനെ എക്സാം കഴിയുമ്പോഴേക്കും തിരിച്ചു കൊണ്ടുവരണം. ഒന്നുമില്ല, കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെഡിയായി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേക്കും 2-3 ഹവേഴ്സിൻ്റെ എക്സാമല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി കൊണ്ടുവരാൻ പോകണം. അപ്പോൾ അതിന് മുന്നേയിട്ട് ഞാൻ എൻ്റെ കുറച്ച് ഫേവറേറ്റ് അടിപൊളി കളക്ഷൻസ്, നിങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുള്ള ഡ്രസ്സുകൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാതും ആമസോണിൽ നിന്നാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് വന്ന് ഇത് തന്നെ ഇട്ടത് കേട്ടോ. ഇത് നമ്മൾ ആമസോണിന് എല്ലാതും ഞാൻ ഇപ്രാവശ്യം കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ല നല്ല ഡ്രസ്സുകളാണ്. അപ്പോൾ സെയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, കാരണം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഫോട്ടോസ് കണ്ടിട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കാർട്ടിലിട്ട് വെച്ചോളൂ. കാരണം സെയിൽ നടക്കുന്ന സമയത്ത് അതിന് വില കുറയുമ്പോൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേർപ്പിൾ കളർ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളർ എന്നൊക്കെ പറയാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കണ്ടോ, നെക്കിലൊക്കെ ഫുള്ള് വർക്കായിട്ട്, അതേപോലെ സ്ലീവ്സിലും വർക്കായിട്ട്. ഇത് ആക്ച്വലി ഡ്രൈ ക്ലീൻ എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഇത് കുറച്ചായി വാങ്ങിയിട്ട്, അപ്പോൾ ആദ്യത്തെ ഒരു 1-2 പ്രാവശ്യമൊക്കെ ഞാൻ കുറച്ച് നന്നായിട്ട് ഡ്രൈ ക്ലീൻ പോലെയൊക്കെ ചെയ്തു. പിന്നെ ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ ആണ് ഇടുന്നത്. പക്ഷെ ഡെയിലി ഒന്നും ഇടില്ല, വളരെ അപൂർവം ചില സമയങ്ങളിൽ ഇടുന്നതുകൊണ്ടാണ് ഒരു കുഴപ്പമില്ല കേട്ടോ. ആക്ച്വലി ഡ്രൈ ക്ലീനിങ് ആണ് ഇവർ സജസ്റ്റ് ചെയ്യുന്നത് കുറേ കാലം നിൽക്കാനൊക്കെ. അപ്പം ഞാനിപ്പോൾ മടിയായിട്ട് ആദ്യത്തെ 1-2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ കൈകൊണ്ട് മുക്കിയെടുത്തു. അതിനുശേഷം ഞാൻ 1-2 പ്രാവശ്യം വാഷിംഗ് മെഷീനിൽ ഇട്ടപ്പോഴും സംഭവം അടിപൊളിയാണ്. ക്വാളിറ്റി ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകണം. ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഭംഗി. നല്ല വർക്ക് ഉണ്ട്, പാൻറ്റും ഉണ്ട് കേട്ടോ. ഫുൾ സെറ്റാണ്, നല്ല രസമുണ്ട്, നല്ല ഹെവി വർക്ക്. നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷനും ദസറ പോലെയുള്ള ഫെസ്റ്റീവ് സീസണൊക്കെ ഇടാൻ പറ്റും. അടുത്തത് ഈ പറഞ്ഞ പോലെ ദസറയ്ക്ക് ഒരു യെല്ലോ കളറൊക്കെ എന്തായാലും ഒരു ദിവസം വരുമല്ലോ, അപ്പോൾ ഇടാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാന്തിനി ടൈപ്പാണ് കേട്ടോ. കണ്ടോ, വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള യെല്ലോ. അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഒന്ന് നോക്കും. അങ്ങനത്തെ ഒരു യെല്ലോ ആണ്, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ. പാൻറ്റിലും വരുന്നുണ്ട്, ഒരു പ്ലാസോ ടൈപ്പ് പാൻറ്റ്. അങ്ങനെ പാൻറ്റ് അല്ല, ഒരു പ്ലാസോ ടൈപ്പാണ്. അതിൻ്റെ താഴെയും ഒരു ചെറിയൊരു ബാന്തിനി വർക്കും വരുന്നുണ്ട്. ഈ ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളർ ഇട്ടപ്പോഴും അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം അടുത്തതും എനിക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഇതിൻ്റെ ലിങ്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക എന്നുള്ളത്. ഇതും ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തി. ഇതിൻ്റെ വർക്ക് കണ്ടോ, ഈ ഒരു കഴുത്തിൻ്റെ അവിടെ മാത്രം വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്ക്. അതുപോലെ ദുപ്പട്ടയിലും ഒരു സിൽവർ കളർ വരുന്ന ഒരു ചെറിയ വർക്കും കാര്യങ്ങളും. പാൻറ്റും എല്ലാതും കുർത്ത സെറ്റുകളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാഭമാണ്. കാരണം ഒരു 1000-1500 റേഞ്ചിൽ ഫുൾ സെറ്റ് കിട്ടുന്നുണ്ട്. പാൻറ്റ് കിട്ടുന്നുണ്ട്, ഷോള് കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ കുർത്തയും കിട്ടുന്നുണ്ട്. സാധാരണ നമ്മളൊരു കുർത്തയ്ക്ക് തന്നെ കൊടുക്കണം അല്ലേ, ഒരു 500-ന് മേലെ 1000 റേഞ്ചിൽ ഒരു നോർമൽ കുർത്തയ്ക്ക് തന്നെ കൊടുക്കണം. പിന്നെ ഇവിടത്തേക്ക് ഷോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടത്തേക്ക് ഷോപ്പിൽ ഇങ്ങനത്തെ ഒരു സെറ്റിന് എങ്ങനെയായാലും ഒരു 2000-ന് 2500 റേഞ്ചിൽ കൊടുക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ല ലാഭമാണ്. അത്യാവശ്യം നമുക്കൊരു ഫെസ്റ്റീവ് ആയിരുന്നു. ഇപ്പോൾ ഗണപതി ആയാലും ദസറ ആയാലും ഇനി ദിവാലി വരുന്നുണ്ട്, അങ്ങനത്തേനൊക്കെ നമുക്ക് ഇടാം കേട്ടോ. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് ഞാൻ ഇട്ടിട്ട് ഓണത്തിൻ്റെ സമയത്ത് പോയപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇതിൻ്റെ ലിങ്ക് ചോദിച്ചു. നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ലിങ്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത് ഈ പറഞ്ഞ പോലെ ഏതൊരു പ്രായക്കാർക്കും ഇടാൻ പറ്റുന്ന പേസ്റ്റൽ കളർ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഒരു ലാവൻഡർ ഷെയ്ഡ് എന്നൊക്കെ പറയില്ലേ, എൻ്റെ ഫേവറേറ്റ് കളറാണിത്. ലാവൻഡർ നമ്മുടെ ഈ ഒരു റൂമിൻ്റെ കളറാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണുമ്പോൾ അറിയില്ല. അപ്പം ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് എന്ന് പറയുന്നത്. അടുത്തത് പക്ക ഫെസ്റ്റീവ് വെയർ ആണ് കേട്ടോ. അതായത് നല്ല ജിൻജാൻ കളർ, പേർപ്പിൾ കളർ. പേർപ്പിൾ ഇപ്പോൾ എല്ലാവരും ഫേവറേറ്റ് അല്ല. എനിക്ക് ഈ ഒരു കളറിൽ ഒരു സാരി എടുക്കണം, കുറേ കാലമായി വിചാരിക്കുന്നു. പേർപ്പിളിലൊരു എന്താ പറയുക, ഒരു സാരി എടുക്കണം എന്നുള്ളത്. ഏകദേശം ഒരു സ്കേർട്ട് പോലത്തെ ഫീൽ ചെയ്യും, ഒരു പ്ലാസോ ടൈപ്പാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട വളരെ സിമ്പിളാണ്. ഈ സംഭവങ്ങളെല്ലാം ആമസോണിലാണ്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഞാൻ എൻ്റെ പണി നോക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ചെറുതായി വന്ന് ഈ ഒരു ഇൻഫോർമേഷൻ തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഡ്രസ്സൊക്കെ മാറ്റി എന്താ പറയുക, ഫുഡൊക്കെ ഉണ്ടാക്കി കുട്ടീനെ എടുക്കാൻ പോകണം. ഈ ഡ്രസ്സൊക്കെ ദിവസം ഇട്ടിട്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലേ അധിക കാലം നിൽക്കില്ല. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ മാത്രം അങ്ങനെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കണം. ഞാൻ പിന്നെ ഷൂട്ടിങ്ങിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇടയ്ക്ക് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബിരിയാണിയാണ്. ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കൈമാ റൈസ് ഇരിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ നാടൻ എന്താ പറയുക ഫിഷ് ബിരിയാണി, മലബാർ ഫിഷ് ബിരിയാണി. കൈമ റൈസും ഞാൻ ഫിഷൊക്കെ ഓൾറെഡി മുന്നേ തന്നെ പരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് ബിരിയാണി വേഗം ഉണ്ടാക്കി വെച്ചിട്ട് മിത്തുക്കുട്ടീനെ കൊണ്ടുവരാൻ പോകണം. ഞാൻ പറഞ്ഞല്ലോ അധികം സമയമില്ല. അപ്പോൾ വിചാരിച്ചു അധികം പണിയുമില്ല. ഫിഷ് ബിരിയാണി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ വെക്കുന്നേക്കാളും ഈസിയാണ്. കാരണം ഒരു സ്ഥലത്ത് റൈസ് റെഡിയാക്കാം, മറ്റേ സ്ഥലത്ത് അപ്പോഴേക്കും ഫിഷ് റെഡിയാക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളി പൊരിക്കുന്നത് എയർ ഫ്രയറിലാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയണ പോലെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് ബിരിയാണിയിൽ എണ്ണ ആവശ്യം വരിക ഉള്ളി നന്നായി പൊരിച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ സെയിം ക്രിസ്പിനെസ്സോട് കൂടി നമുക്ക് എയർ ഫ്രയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഫിഷും മറക്കാം. പക്ഷെ കൂടുതൽ ക്വാണ്ടിറ്റി ഫിഷ് ആകുമ്പോൾ എന്താ വെച്ചാൽ ടൈം കുറച്ച് അധികം വേണം. 2-3 ആണെങ്കിലാണ് നമുക്ക് മറ്റേ 20 മിനിറ്റ്സ് വെച്ചിട്ട് 2 വെച്ചിട്ടല്ലേ വറക്കാൻ പറ്റും. അതായത് ചെറിയ എയർ ഫ്രയർ. അപ്പം നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആവും. അപ്പം അതുകൊണ്ട് ഞാൻ ഫിഷ് കുറച്ച് എണ്ണയിൽ പാൻ ഫ്രൈ പോലെ ചെയ്യാണ്. അതല്ലാതെ ഏറ്റവും കൂടുതൽ മുക്കി പൊരിക്കേണ്ടത് വരുന്നത് നമുക്ക് ഈ ഒരു എയർ ഫ്രൈ മറ്റേ ഉള്ളിയാണ്. അപ്പോൾ അത് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ 3 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് ജസ്റ്റ് 3 മിനിറ്റ് കഴിഞ്ഞൊന്ന് സൗട്ട് ചെയ്ത് ഒന്നും കൂടെ വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സെയിം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എയർ ഫ്രയറാണ് കുറച്ചും കൂടെ ഹെൽത്തി വേർഷനോ അല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പപ്പണിയെന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ എയർ ഫ്രയർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ ഭാഗങ്ങളായിട്ട് ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഓരോ സാധനങ്ങൾ എവിടെ ഇരിക്കണം എന്നുള്ളത്. അത് ഞാൻ എന്തായാലും ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊരു കിച്ചൺ ടൂർ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ കിച്ചൺ, ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ്. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും ഇരിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനിപ്പോൾ അടുത്ത് കണ്ടുപിടിച്ച സംഭവമാണ്. ഓപ്പൺ കിച്ചൺ ആവുമ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ടതാട്ടോ. ഓപ്പൺ കിച്ചൺ ആവുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴും നിങ്ങൾക്കറിയില്ല എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു മണം ഒക്കെ പ്രശ്നം. അപ്പം ഞാൻ ഈ എക്സോസ്റ്റും മറ്റേ എക്സോസ്റ്റും എല്ലാം കൂടെ ഇട്ടിട്ട് മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക. അത് ഞാനിപ്പോൾ ഒരു 4-5 പ്രാവശ്യമായി ട്രൈ ചെയ്തു. ആ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു സ്മെല്ല് ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മണേ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എല്ലാവരും പറഞ്ഞു ഇവിടെ അത് ശരിയാണല്ലോ എന്നുള്ളത്. പക്ഷെ ഞാൻ 2 എക്സോസ്റ്റും ഒക്കെ ഇടുന്നുണ്ട്. ഇനി അതുകൊണ്ടാണ് എനിക്കറിയില്ല. പക്ഷെ മുന്നേക്ക് ആകുമ്പോൾ വീട്ടിൽ ഫുള്ള് മണമല്ലേ ഉണ്ടാവുക. ഇതാ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്താൽ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും മണം എന്ന് പറഞ്ഞാൽ ഫിഷ് ഫ്രൈ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ തോന്നില്ല. ഒട്ടും മണം ഉണ്ടാവില്ല. പിന്നെ അതിലേക്ക് നമ്മൾ ആ സാധനമൊക്കെ വെച്ച് ഫുൾ ക്ലീൻ ചെയ്യും. പക്ഷേ അതൊരു
അടിപൊളി ടിപ്പാണ്, നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്തൊക്കെ. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് തന്നെയാണ്, ഒരു വീഡിയോയിൽ ഏതിലോ ഇങ്ങനെ കണ്ടതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മണം ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അത് അടിപൊളി ടിപ്പാണ്. ഞാൻ കുറേ പ്രാവശ്യം ചെയ്തതിനു എനിക്ക് ഫിഷ് വാങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ മണം കാരണം ഞാൻ അങ്ങനെ എനിക്ക് എന്താണെന്നുള്ളൊരു ഇതുണ്ടാവും, അങ്ങനെ ഒരു മണേ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫിഷ്. ഇപ്പോൾ ഫിഷ് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, വന്ന സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു ദിവസം ഫിഷ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അച്ഛന് ഞാൻ ഫിഷ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ മിക്ക ദിവസവും ഞങ്ങൾ ഫിഷ് എന്തായാലും രംഷേട്ടനും അതെ ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈവനിങ്ങിലേക്ക് രംഷേട്ടനുള്ളത് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല നെയ്മീൻ കിട്ടിയിട്ടോ, നമ്മുടെ സുറുമ അല്ലെങ്കിൽ നെയ്മീൻ എന്ന് പറയുന്ന ഫിഷ് ഇതാണ്. അപ്പോൾ അമ്മ പ്യുവർ വെജിറ്റേറിയനാണ്, അമ്മ ഫിഷും അങ്ങനെയൊന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതായത് മസാല റൈസൊക്കെ സെപ്പറേറ്റ് വെച്ചിട്ട് അതിൽ ഫിഷ് ഇടാതെ ബാക്കിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ വെജിറ്റബിൾ ബിരിയാണി പോലെയുള്ളത് അമ്മയ്ക്കും, ഞങ്ങൾക്ക് നോർമൽ ബിരിയാണി അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഓൾമോസ്റ്റ് റെഡി. 4 സപ്ലിമെന്റ് എടുത്തു. 4 സപ്ലിമെന്റ് സപ്ലിമെന്റ് എടുത്തോണ്ട് മാർക്ക് കൂടുതൽ കിട്ടില്ല. ശരിയാണ്, അത് ശരിയാണ്. അപ്പം എക്സാം അടിപൊളിയായിരുന്നോ? അടിപൊളി. അപ്പം മിത്തുക്കുട്ടിയുടെ എക്സാം കഴിഞ്ഞ് ഞാൻ മിത്തുവിനെ എടുക്കാൻ വന്നതാണ്. ഇപ്പം സമയം 11:45. മാത്സ് 3 hours പേപ്പർ അല്ലേ? ഫസ്റ്റ് എക്സാം തന്നെ മാത്സ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് എക്സാം ഏതായിരുന്നു? ശരിക്കും ലിറ്ററേച്ചർ ആയിരുന്നു, പക്ഷേ ലാംഗ്വേജ്. പക്ഷേ ഗണപതിയുടെ ഹോളിഡേ 2 ദിവസം അവർ കമ്പൽസറി ആയിട്ട് ഗണപതിയുടെ ഹോളിഡേ ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തു, 10 ദിവസം വേണമെന്ന്. അതുകൊണ്ട് 2 എക്സാം മാറ്റി വെച്ചു. എന്ത് മാറ്റി വെക്കുന്ന സാറ്റർഡേസ് ഒക്കെ കൊണ്ടുവച്ചു എക്സാം. അത് നമുക്ക് പണിയായി. സാറ്റർഡേ സൺഡേ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഇനി ഒക്ടോബർ 1 വരെ മിത്തുക്കുട്ടിക്ക് അല്ലേ ചങ്ങലൊക്കെ ഇട്ട പോലെയാണ്. അപ്പോൾ ഹാപ്പി ഫസ്റ്റ് എക്സാം, ഭയങ്കര ഹാപ്പി. നാളെ ലിറ്ററേച്ചർ. അപ്പോൾ അച്ഛനും എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അച്ഛനെ സ്കൂളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, ഉള്ളിക്കൊന്നും കേട്ടില്ല, പുറത്ത് ഗേറ്റിൻ്റെ പുറത്ത് നിർത്താൻ വേണ്ടി വന്നതാണ്. അച്ഛൻ പിന്നെ അങ്ങനെ മാർക്കറ്റിലൊക്കെ കറങ്ങി മെല്ലെ ഊണായി കയറാകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പം ഇന്ന് എക്സാം ഹാപ്പി ആയതിൻ്റെ സന്തോഷത്തിലൊരു ഹാപ്പി ന്യൂസ്, ഒരു അടിപൊളി ലഞ്ചായാലോ? ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നോ? അപ്പം എന്നാ ഫിഷ് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര വെയിൽ, ഞാൻ കുട നിർത്തട്ടെ. അങ്ങനെ വന്നിട്ട് ഇതേ മിത്തുകുട്ടിക്ക് ബിരിയാണി കണ്ടോടുകൂടി പിന്നെ കൺട്രോൾ പോയി. അപ്പം ഞങ്ങൾ വിശന്നിട്ടായിരുന്നു പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, ഫിഷ് ബിരിയാണി. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, കാരണം നല്ല ഫിഷായിരുന്നു. നമ്മളെപ്പോഴും പ്രോൺസിൻ്റെ ആണ്, ഞാൻ ഒരുപാട് തവണ നമ്മുടെ വണ്ടർലാൻഡിലും ഇട്ടിട്ടുണ്ട്, സ്വപ്നസ് ഫുഡ് വേൾഡിൽ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണം ഡീറ്റെയിൽ റെസിപ്പി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ വീഡിയോയിൽ. അതിനുശേഷം ദേ ഈവനിങ് ആയപ്പോൾ അമ്മ സ്പെഷ്യലായിട്ട് ചക്കപ്പൊതി, ചക്കപ്പം, അരിയുണ്ട, ഇതെല്ലാ സാധനങ്ങളും ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. അപ്പോൾ നമുക്ക് ചക്ക വെച്ചത് കഴിക്കാട്ടോ. ഇത് എന്താ ചെയ്യാച്ചാ, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്? നമ്മൾ ചക്ക വരട്ടും, എന്നിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. എങ്ങനെ വരട്ടും? അത് നമ്മൾ ചക്ക ഇങ്ങനെ വരട്ടി മെല്ലെ മെല്ലെ ശ്രദ്ധിച്ച് നമ്മൾ വരട്ടും. നാളെ എക്സാം അല്ലേ? ഇതിന്റെ സ്ഥിര സ്ഥലമായി ഇപ്പൊ അല്ലേ? നമുക്ക് ചക്ക വരട്ടിയിട്ടായിട്ട് ചക്കപ്പൊടി ഉണ്ടാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ തൽക്കാലം ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ മിത്തുക്കുട്ടിയുടെ എക്സാമും തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം പിന്നെ ഈവനിങ് ആയപ്പോൾ അതിൻ്റെ പിറകെയായി. അപ്പോൾ മാക്സിമം ഒരു കുഞ്ഞു വീഡിയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ വ്ളോഗ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.